ഹായ് വെൽക്കം ടു മോസ്ട്രാക്ക്. എക്സലിൽ രണ്ട് ദിവസങ്ങൾ രണ്ട് ഡേറ്റുകൾ തന്നാൽ ഫങ്ഷൻസ് ഇല്ലാതെ ഇതിൻ്റെ ഫങ്ഷൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ദിവസങ്ങൾ കണ്ടുപിടിക്കാം. ഇവിടെ ഇപ്പം ഇയർ രണ്ട് ഡേറ്റഡീഫ് രണ്ട് ദിവസങ്ങൾ കോമയിട്ട് കൊടുത്തു, വൈ കൊടുത്താൽ ഇയർ കിട്ടും, എം കൊടുത്താൽ മന്ത് കിട്ടും, ഡേയ്സ് കിട്ടും. അതായത് 5 വർഷം കംപ്ലീറ്റ് ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ 61 മാസങ്ങളാണ്. മാസങ്ങളിലേക്ക് കൺവേർട്ട് ചെയ്താൽ ദിവസങ്ങളാണെങ്കിൽ ഇത്രയാണ്. അതിവിടെ ഞാൻ മാനുവലായിട്ട് കണക്കൂട്ടിയിട്ടുണ്ട്. 5/8 മുതൽ 4/8/2015 5 വർഷം കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ശേഷം 5 ഓഗസ്റ്റ് മുതൽ 4, അതായത് 5 മുതൽ അതിൻ്റെ തൊട്ടടുത്ത ദിവസം വരെ ഒരു മാസം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം ബാക്കിയുള്ള ദിവസം 5, 9, 7, 9 2 ദിവസങ്ങൾ. അപ്പോൾ 5 വർഷം 1 മാസം 2 ദിവസമാണ്. അത് നമ്മൾക്കിങ്ങനെ മാനുവലി കണക്കൂട്ടാൻ നോക്കാം. കാൽക്കുലേഷൻ മെത്തേഡ്, അതായത് പൂർണ്ണമായും എക്സൽ എന്ന് പറയാൻ പറ്റില്ല, മാത്സും കൂടിയാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് 365.25 നമ്മുടെ ഒരു മാസത്തെ ഒരു വർഷത്തിലെ ദിവസങ്ങൾ എണ്ണം 365.25 കാരണം 365 ദിവസമാണ്. അതിൽ ലീപ്പ് ഇയർ 4ാമത്തെ വർഷം 366 ആവും. അങ്ങനെ നോക്കുമ്പോൾ ആവറേജ് 365.25 വരും. അതേപോലെ തന്നെ 365.25 ഡിവൈഡഡ് ബൈ 12 എന്ന് പറഞ്ഞാൽ ഒരു മാസത്തെ ഏകദേശം ദിവസം 30.4375 ചില മാസം 30 ഉണ്ടാവും, ചില മാസം 31 ഉണ്ടാവും, 28 മാസങ്ങളുണ്ട്. ലീപ്പ് ഇയർ ആണെങ്കിൽ ഫെബ്രുവരി 29 ഉണ്ടാവും. അപ്പോൾ ആവറേജ് എടുക്കുക നമുക്ക് 30-43. ഇതിവിടെ മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ ഇവിടത്തേക്ക് വരികയാണ്. ടോട്ടൽ കംപ്ലീറ്റഡ് ഇയേഴ്സ്. അപ്പോൾ ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എത്ര ദിവസങ്ങൾ നോക്കാം. ഈ ദിവസം ഈ ലാസ്റ്റ് ഡേറ്റ് മൈനസ് ഫസ്റ്റ് ഡേറ്റ് 1959. അത് തന്നെയാണ് ഈ ഫംഗ്ഷൻ വൈ പ്രകാരവും നമ്മൾ കിട്ടിയിട്ടുള്ളത്. ഇത് ജസ്റ്റ് കാൽക്കുലേഷനാണ്, മാത്തമാറ്റിക് കാൽക്കുലേഷൻ. പക്ഷേ നമുക്ക് ഇയറാണ് വേണ്ടത്. ഇപ്പോൾ ദിവസമാണ്. ഈ ദിവസത്തെ ഇയറിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മളൊന്ന് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, കംപ്ലീറ്റ് ആക്കുക. ആ ഒരു പോർഷൻ, അതായത് ബോർഡ് മാസ് തിയറി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡിവൈഡഡ് ബൈ 325 ഡിവൈഡ് ചെയ്യാം. അപ്പം ഇതിൽ കാണുന്ന ഇൻറ്റിജർ പാർട്ട്, ഇതിൻ്റെ ഇൻറ്റിജർ പാർട്ടാണ് നമ്മൾക്ക് വർഷമായിട്ട് എടുക്കേണ്ടത് 5. ഓക്കെ, ഇനി നമുക്കിവിടെ ഡെസിമൽ പാർട്ട് എടുക്കണം. ഇതിൻ്റെ ബാക്കിയുണ്ട് 5 വർഷം, പക്ഷേ ബാക്കി എത്രയോ പറഞ്ഞിട്ടുണ്ട്. ഈ ബാക്കി ഇവിടത്തേക്ക് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾക്ക് ഈ ഫിഗറിൽ നിന്ന് അതിൻ്റെ ഇൻറ്റിജർ പാർട്ട് കുറച്ചാൽ മതി. അതായത് 5 കുറച്ചാൽ അതിൽ നിന്ന് അതിൻ്റെ ഇൻറ്റിജർ പാർട്ട് കുറച്ച് കഴിഞ്ഞാൽ 100 അടിക്കുക. നമുക്ക് കിട്ടി ഇൻറ്റിജർ പാർട്ട്. നമുക്ക് 5 മാറി ഇൻറ്റിജർ പാർട്ട് കിട്ടി. ഇനി വീണ്ടും നമ്മൾ ആ ബ്രാക്കറ്റ് കംപ്ലീറ്റ് ചെയ്യുക. ആ പോർഷൻ മൾട്ടിപ്ലൈ ബൈ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 12 മാസങ്ങളാണല്ലോ. അപ്പം 1 കിട്ടി. വീണ്ടും നമുക്ക് ഇതേ സാധനം കോപ്പി എടുത്ത് മുകളിലേക്ക് ഇടാം. അതിൻ്റെ ഇൻറ്റിജർ പാർട്ട് എടുത്താൽ മാസമായി. 5 വർഷം 1 മാസം എന്നായി. ഇവിടെ മാച്ചായിട്ടാണ് കിട്ടുന്നത്. ഇനി വീണ്ടും ഇതിൻ്റെ ഇൻറ്റിജർ പാർട്ട് ഇവിടേക്ക് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഈ ഫിഗറിൽ നിന്ന് ഇതിൻ്റെ ഡെസിമൽ പാർട്ട് എടുക്കണം. അതിന് വേണ്ടി ഈ ഫിഗറിൽ നിന്ന് അതിൻ്റെ ഇൻറ്റിജർ പാർട്ട് കുറച്ച് കഴിഞ്ഞാൽ മതി. അപ്പം അതിൻ്റെ റിപ്പോർട്ട് കിട്ടി. ഇനി അതിനെ ബ്രാക്കറ്റ് ബോർഡ് മാസ് തിയറി പോലെ മൾട്ടിപ്ലൈഡ് ബൈ ദിവസം ഡേയ്സ് കൊടുക്കുക. ഇപ്പം നമുക്ക് 2 കിട്ടി. ഇവിടെ രണ്ടും ഇൻറ്റിജറാണ് നമ്മൾ എടുത്തത്, കാരണം അതിൻ്റെ ഡെസിമൽ പാർട്ട് നമുക്ക് ആവശ്യമില്ല. പക്ഷേ ഇവിടെ നമുക്ക് കംപ്ലീറ്റ് തന്നെ വേണം. കാരണം ഇതിൻ്റെ ഡെസിമൽ പാർട്ട് നമ്മൾ ഇവിടത്തേക്ക് എടുത്തു, ഇതിൻ്റെ ഡെസിമൽ പാർട്ട് നമ്മൾ ഇപ്പുറത്തേക്ക് എടുത്തു. പക്ഷേ ഇതിൻ്റെ എവിടെ എടുക്കാത്തതുകൊണ്ട് ഇത് നമ്മൾ റൗണ്ട് ആയിരിക്കണം. അതായത് 2.5 വന്നാൽ 3 ആകണം എന്നർത്ഥം. റൗണ്ട്. ഇപ്പം ഇങ്ങനെ. ഇനി നമുക്ക് നോക്കാം. 5212 തന്നെയാണ് ഉത്തരം. നമ്മളിവിടെ ഒരു 20 ദിവസം കൂട്ടി കൊടുക്കുകയാണ്. 27 ആക്കാണ് ഇതിനെ. ഇവിടെ 27 ആക്കുമ്പോൾ എൻ്റർ അടിക്കുമ്പോൾ ഇവിടെ 22 ആണ്. 22,000. ഇനി വീണ്ടും ഒരു 22 ദിവസം, ഒരു 30 ദിവസം വരണമെങ്കിൽ ഒരു 8 ദിവസം കൂടി കൂട്ടണമെങ്കിൽ 8 ദിവസം കൂടി എടുത്തിട്ട് നമ്മളൊരു 30 ആക്കാം, അല്ലെങ്കിൽ 1 ആക്കാം. 1 10 ആക്കാം. 26 ദിവസമായിട്ടുണ്ട്. ഇങ്ങനെ കൃത്യമായിട്ട് തന്നെ ഡേയ്സ് കാൽക്കുലേറ്റ് വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ഉപയോഗിച്ചത് സാധാ കാൽക്കുലേഷൻ മെത്തേഡാണ്. ഈ ഒരു മെത്തേഡ് ചില അവസരങ്ങളിൽ നമുക്കിങ്ങനെ ഉപയോഗിക്കേണ്ടി വരും. നമുക്ക് ഫങ്ഷൻസ് ഒന്നും ആവശ്യമില്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യാൻ പെട്ടെന്ന് ഒരു കാൽക്കുലേഷൻ, പെട്ടെന്ന് ഒരു മാനുവൽ കാൽക്കുലേഷനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത്. ഈ മെത്തേഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.